നമുക്കിന്ന് കക്കാർച്ചി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് കക്കാർച്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാമേ. തിളയ്ക്കാമെന്ന് വെച്ചാൽ വേകാൻ വേണ്ടി വയ്ക്കാമേ. നമുക്കതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിലേക്ക് ആദ്യം തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ട് ഇടുക. അത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് നമുക്കതിലേക്ക് ചുവന്നുള്ളി അല്ലെന്നുണ്ടെങ്കിൽ സബോള അതിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറുവപ്പട്ടയുടെ ഇല, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഓപ്ഷനാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതിയേ. അത്രയും ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതൊന്ന് കൂട്ടി ഇളക്കാവേ. അതിന് ഒന്ന് പെട്ടെന്ന് ഇതായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രൗൺ കളറായി കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കടുക് പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് പോയി, അതുകൊണ്ടാണ് അതില്ലാത്തത്. പിന്നെ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. എനിക്ക് കുരുമുളക് പൊടി ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ, അത് നമുക്ക് കറുത്ത് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മസാലക്കൂട്ട് പൊടിച്ച് വെച്ചേക്കുന്ന അതുകൂടി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ കേട്ടോ. മല്ലിപ്പൊടി ഒത്തിരി ഇട്ടാൽ വളിച്ചു പോകുമെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരുപാട് ഇടാറില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളേ. നമുക്ക് എന്നിട്ട് ഈ മസാലയെല്ലാം നമ്മൾ ഉള്ളിയിലെല്ലാം പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ചിലവരൊക്കെ ഇതിനകത്ത് ഇട്ട് വേവിക്കുന്നവരുണ്ട്, പക്ഷേ അങ്ങനെ വേവിക്കുമ്പം ഒരു ചാറിൻ്റെ ഒരു ഇതുപോലെ വരും. നമുക്കിത് ഫ്രൈ ആക്കി എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് വേവിച്ച് അതിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ആ മസാലയ്ക്കകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നല്ലോ നേരത്തെ, അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണേ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ട്. നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാതെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. കക്കാർച്ചി ഓൾറെഡി വെന്തതാണ്. പിന്നെ ഒന്നുകൂടി ഞാൻ വെച്ച് എന്നാത്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മസാലയൊക്കെ ഒന്നുകൂടി വെന്തോട്ടെന്ന് വിചാരിച്ച് ഇതിലോട്ടൊക്കെ ഒന്ന് പിടിച്ചോട്ടെന്ന് വിചാരിച്ചോ ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെന്നേ ഉള്ളേ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിയാപ്പില കൂടി ഞാൻ ലാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ കക്കാർച്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.